ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ വന്നതിന് ശേഷം ഇവിടെ കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് വേണ്ടി യൂറോപ്പിൽ നിന്ന് ഒരു ഇൻവെസ്റ്റർ കിട്ടിയിരിക്കുകയാണ്. അവരത് സൈൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ടു ഗവൺമെൻറ് ഓഫ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. ഈ ഒരു ഇവൻറ്റിൽ നമ്മുടെ പ്രസൻറ്റേഷൻ കണ്ടിട്ട് യൂറോപ്യൻ ഡെലഗേഷൻ നമ്മുടെ സൊല്യൂഷനെ റെക്കഗ്നൈസ് ചെയ്ത് 500 crores ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ ഓൾ ഓവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. കമ്പനിയുടെ പേര് CXS സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇറ്റ് ഈസ് എൻ എഡ്ടെക് കമ്പനി. നമ്മൾ ചെയ്യുന്നത് ഒരു ലേണറുടെ സ്കിൽ പ്രൊഫൈൽ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ ജോബ് മാർക്കറ്റിൽ അവരുടെ റെലവൻസ് കണ്ടെത്തിയതിന് ശേഷം എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ അവർക്ക് ആഗ്രഹപ്പെട്ട ജോലിയിലേക്ക് അവരെ നയിക്കുക. ഇതാണ് ഒരു സൊല്യൂഷൻ്റെ ഉദ്ദേശ ലക്ഷ്യം. നിങ്ങളിപ്പോൾ എവിടെയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്? നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ്റെ ഇൻഫോ പാർക്കിലെ ലൊക്കേഷനിലായിരുന്നു. അവിടെ നമ്മൾ 8 വർഷമായി. നമുക്ക് 2 ഓഫീസസ് ഉണ്ട്. നമ്മളിപ്പോഴേക്ക് പള്ളിമുക്കിലേക്ക് വേറൊരു ഓഫീസും കൂടെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് ഗ്ലോബൽ ആക്ഷന് വേണ്ടിയിട്ട്. സംസാരിച്ചപ്പോൾ മനസ്സിലായത് നിങ്ങൾ ഇവിടുത്തെ പ്രസൻറ്റേഷൻ കണ്ടിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. അതെ, ഓൾറെഡി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഒരുപാട് കമ്പനികൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു വർഷമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ സക്സസ് റേറ്റ് അവർ നോക്കി 85% സക്സസ് റേറ്റ് ഉണ്ട്. ബിക്കോസ് വി ഓൾസോ ഡിഡ് അവർ പ്രോജക്റ്റ് ഇൻ യൂറോപ്പ്. അങ്ങനെയാണ് അവർ അറിഞ്ഞത്. പിന്നെ ഈ വർഷം അവരിവിടേക്ക് വന്നു. ഗവൺമെൻറ് കേരള സ്പെഷ്യൽ ഇൻവൈറ്റീസാണ് അവർ വന്നത്. എൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അവരുടെയും വർക്ക് ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. അവരൊരുപാട് യൂണിവേഴ്സിറ്റികളുള്ളവരാണ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളവരാണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് നമ്മുടെ സ്കിൽ പ്രൊഫൈലിങ്ങിലേക്ക് CXSലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനൊരു പരിപാടി ഗവൺമെൻറ് സംഘടിപ്പിക്കുകയാണ്. അതും ഈ നിങ്ങളെപ്പോലെ സ്റ്റാർട്ടപ്പുകളടക്കം ചെയ്യുന്നവർക്കടക്കം ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ. അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ എങ്ങനെയാണ് ഒരു സംരംഭകനെ സഹായിക്കുന്നത് എന്നത് കൂടി നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ ഇതിലൂടെ പറ്റുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. കാരണം ഞാൻ പറഞ്ഞതുപോലെ 8 വർഷമായിട്ട് ഇൻക്യുബേറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതിന് മുമ്പിലും ഒരുപാട് വർക്കുകൾ ഞാൻ തുടങ്ങിയിരുന്നു. ഞാൻ യൂറോപ്പിലാണ് പഠിച്ചത്. എറാസ്മസ് മന്തസ് പഠിച്ചു. അവിടെ പോയി എക്സ്പീരിയൻസ് നോക്കി. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പം ഇന്ത്യയിൽ വളരെ വലിയ സാധ്യതകളാണ്, പ്രത്യേകിച്ച് ഗോഡ്സ് ഓൺ കൺട്രി. അതുകൊണ്ടാണ് ഇത്രയും വലിയ ആൾക്കാർ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട്. ബിക്കോസ് വി ആർ ഓൾ സ്കിൽഡ്. എഡ്യൂക്കേഷൻ നമുക്ക് വലിയൊരു സമ്പത്ത് തന്നെയാണ്. അപ്പം ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസാണ്. നമുക്ക് ഒരു യങ്സ്റ്ററിന് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒന്ന് മാത്രം, കൺസിസ്റ്റൻസി, ക്ഷമ വേണം. പെട്ടെന്ന് ചെല്ലുമ്പോഴേ ഫണ്ടിങ് ഒന്നും കിട്ടത്തില്ല, ആൾക്കാർ അപ്രോച്ച് ചെയ്യത്തില്ല. നമ്മൾ പ്രൂവ് ചെയ്യണം. ഞങ്ങൾ ആദ്യത്തെ 2-3 വർഷമൊന്നും ആരും നമ്മളെ കേട്ടതായിട്ടില്ല. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്യായിരുന്നു. ഒരുപാട് വർക്കുകൾ ചെയ്ത് സ്കൂളുകളിൽ പോകണം, കോളേജുകളിൽ പോകണം, പ്രസൻറ്റേഷൻസ് നടത്തണം, ഗവൺമെൻറ് എൻറ്റിറ്റീസിനെ കാണണം. അവർക്ക് വിശ്വാസം വരണം. അവർക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ വരും. അപ്പോൾ അതാണ് എൻ്റെ ഒരു സജഷൻ യങ്സ്റ്റേഴ്സിനോട്. ഞാനൊരു അധ്യാപകനാണ് ബേസിക്കലി. അതോടൊപ്പം തന്നെ ഓണ്ടർപ്രണർഷിപ്പ് പഠിപ്പിക്കുകയാണ്. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് വി ക്യാൻ ഡു സംതിങ് ഗുഡ് ഇൻ അവർ സ്റ്റേറ്റ്. അതുപോലെ ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ സംരംഭകർക്കും വലിയ ഉപകാരം. ഒരുപാട് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ വേണം. ഇങ്ങനത്തെ ഒരു അനുഭവം സ്റ്റാർട്ടപ്പ് ഓണ്ടർപ്രണേഴ്സിന് വേണം. അവർ വന്ന് കാണണം. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല. ഇന്നലത്തെ തന്നെ പ്രസൻറ്റേഷൻ നോക്കിയാൽ more than 5,000 participants, delegates were here and many more companies from all over the world. 24 രാജ്യങ്ങളിലെ കൺട്രികളിലെ റെപ്രസെൻറ്റേഷൻ ഇവിടെ ഉണ്ട്. So we are not alone. There are success startups and companies where we can model with. So നമുക്കൊരു നല്ലൊരു ബൂസ്റ്റപ്പാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. We can also showcase, we can also get confidence that we are representing our country. So ഇതൊരു വലിയൊരു നെറ്റ്വർക്കാണ് ഗവൺമെൻറ് ഓഫ് കേരള നടത്തുന്ന ഈ ഗ്ലോബൽ സമ്മിറ്റ്. ശരിക്കും ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഇവിടെ ഇതുപോലെ സംരംഭകർക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ? അതെ, അറിവില്ലായ്മ ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും കോറായിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നില്ല. ബിക്കോസ് വി ആർ നോട്ട് ട്രൈങ് ടു റീച്ച്. നമ്മൾ വെറുതെ ഒരു വായനകളിലൂടെ മാത്രം പോരാ, അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഇതുകൂട്ട് ഇവൻറ്റുകൾ, ഞങ്ങളൊക്കെ ഒരുപാട് ഇവൻറ്റുകൾ പോയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ചെന്നിട്ട് ഒന്നും അല്ലാതായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോഴാണ് നമുക്ക് കിട്ടുന്ന ക്ലിക്ക് കിട്ടുക. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നെറ്റ്വർക്കിംഗ് ആവശ്യമാണ്. ഗവൺമെൻറ്റുകളും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യണം. ഇതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരു വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ് യങ്സ്റ്റേഴ്സിന്, ഓണ്ടർപ്രണേഴ്സിന്. തീർച്ചയായും കേരള ഗവൺമെൻറ് ഇതുപോലൊരു സമ്മിറ്റ് നടത്തുക എന്ന് പറയുന്നത് തന്നെ ഈ കേരളത്തിലെ സംരംഭകരെ സംബന്ധിച്ച് തീർച്ചയായും ഹെൽപ്ഫുള്ളാണെന്ന് താങ്കളുടെ അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. ഉറപ്പായിട്ടും. കാരണം ഒരുപാട് വില്ലിംഗ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. പക്ഷേ വി ആർ സ്റ്റാമ്പ്ഡ് വിത്ത് ഗവൺമെൻറ് ഓഫ് കേരള. ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സിനെയും കമ്പനികളെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ അല്ല. ഗവൺമെൻറ് ഓഫ് കേരള ഈസ് ടെല്ലിംഗ് ടു ദ ഹോൾ വേൾഡ് ദാറ്റ് ദർ ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ കേരള. വി ഹാവ് പ്രിപ്പയർഡ് ദി യൂത്ത് ആൻഡ് ഓണ്ടർപ്രണേഴ്സ്. ആ ഒരു മെസ്സേജ് ബാക്കിയുള്ളവർക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് ദേ ആർ കോൺഫിഡൻറ്റ് ടു കം ഹിയർ.
അത് ഗവൺമെൻറ് ഓഫ് കേരള ചെയ്യുന്ന ഏറ്റവും വലിയൊരു സഹായമാണ്.